2 ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന സെറ്റ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitcity.in ആണ് സൈറ്റ് ID. സ്റ്റിച്ചിങ് നീഡർ ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡർ മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ഭംഗിയുള്ള സെറ്റ്സാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ല രസമുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. സെമി ടസറിൽ തന്നെ നമ്മൾ പല റേഞ്ചിൽ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ളതാണ്. 1595 ആണ് റേറ്റ്. ഇതിൽ ചെറിയൊരു സ്റ്റാർ ഡിസൈൻ പോലെ ഒരു കോപ്പർ ജറി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും വിടുത്തുമാണ്. ഫാബ്രിക് ശരിക്കും ടസർ പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും ഭയങ്കര നല്ല രസമുള്ള റിച്ച് ആയിട്ടുള്ള ദുപ്പട്ട. ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. കോപ്പർ ജറി ബോർഡേഴ്സാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് സാൻറ്റൂൺ ആണ്. ഇതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡ്. അതിലൊരു ബോക്സ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബോക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൽ സെൽഫായിട്ടുള്ളൊരു വീവിങ് ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ദുപ്പട്ടയുടെ എൻ പോർഷനിലും ആ ഒരു ബോർഡേഴ്സ് സെറി ബോർഡേഴ്സ് കുഞ്ഞായിട്ട് പോയിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നത് സെയിം ടോൺ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. 1595 റേഞ്ച് ഒണിയൻ പിങ്കിൻ്റെ ഡാർക്ക് ടോൺ. ഇതിൽ ഒരു ബോക്സ് ഡിസൈനാണ് വന്നേക്കുന്നത് കേട്ടോ. സെൽഫായിട്ടുള്ളൊരു ഡിസൈൻ. നേരിട്ട് കാണുമ്പോഴാണ് അത് കൂടുതൽ അറിയാൻ പറ്റുക. ദുപ്പട്ട ജറി വീവിങ് ഒക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് സാൻറ്റൂൺ. നെക്സ്റ്റ് കളർ ഇത് ഒരു റെയർ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ഷെയ്ഡ്. ഒണിയൻ പിങ്കിൻ്റെ തന്നെ ഒരു വേരിയൻറ്റ് കളറാണ്. ഇതൊക്കെ ഒരു എല്ലാം ലേഡീസ് കളേഴ്സാണ് ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ് കേട്ടോ. ഇതുപോലെ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതൊരു പാർട്ടിക്കൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. അല്ലെങ്കിൽ നെക്കിൽ എന്തെങ്കിലും പാറ്റേൺ ചെയ്താലും കുഴപ്പമില്ല. പ്ലെയിൻ ആയതുകൊണ്ട് ഗോൾഡൻ വെച്ചിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്താലും നല്ലതാണ്. ഇതൊരു ആൻറ്റിക് ഷെയ്ഡാണ്. ഇതൊരു നല്ല ഭംഗിയുണ്ട്. ഇതിൽ വർക്ക് അടുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. ചെറിയൊരു സ്റ്റാർ ഡിസൈൻ വരുന്നുണ്ട്. ദുപ്പട്ട നല്ല ക്ലാസ് ആയിട്ടുള്ള ദുപ്പട്ട. ഈ കളർ ഭയങ്കര ഒരു റിച്ച് കളറാണ് കേട്ടോ. ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ ഇതുപോലെ ഒരു ബ്ലൂവും ഒരു വയലറ്റും കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ളൊരു ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട്. ഗ്രേയും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. ദുപ്പട്ട നോക്ക് ഇതുപോലെ ആൻഡ് ബോട്ടം ഇങ്ങനെ. നല്ല ഭംഗിയുള്ള സെറ്റ്സ്. നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് ഞാൻ നേരത്തെ ഒരു കാണിച്ചിരുന്ന ഷെയ്ഡാണ്. പക്ഷേ അതിൽ ബോക്സ് ഡിസൈൻ ആയിരുന്നു. ഇതിൽ സ്റ്റാർ ഡിസൈനാണ് വന്നേക്കുന്നത്. ദുപ്പട്ട നല്ല ക്ലാസ് ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് പീച്ച് കളർ, ലൈറ്റ് പീച്ച്. അതിൽ ഇതുപോലെ വീവിങ് വന്നിട്ടുണ്ട്. ദുപ്പട്ട ഇങ്ങനെ വരിക ആൻഡ് ബോട്ടം ഇതുപോലെ സെയിം ടോൺ. 1595 റേഞ്ച്. നെക്സ്റ്റ് കളർ ഇതുപോലെ. ഇതൊരു വരുന്നത് സെമി ടസർ പോലെ തന്നെ, പക്ഷേ ഇത് ഡിജിറ്റൽ പ്രിൻറ്റഡ് പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഫാബ്രിക് ഉണ്ട്. നല്ല 1480 റേഞ്ചിലാണ് വരുന്നത്. ദുപ്പട്ട അതിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. സിമ്പിൾ നോർമൽ ലൈനിങ് ഇട്ട് സിമ്പിളായിട്ട് തയ്ച്ചെടുത്താൽ മതി. ദുപ്പട്ടയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുടെ നല്ല കളർ കോമ്പിനേഷനുമാണ്. 1480 റേഞ്ച്. ഗ്രീൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ്. സെറ്റിലായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്. ഇതൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. അങ്ങനെ കിടന്നോളും. സ്റ്റിച്ച് ചെയ്താലും കളറൊന്നും പോവില്ല. നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ദുപ്പട്ടയാണെങ്കിലും ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം ഇതുപോലെ. നെക്സ്റ്റ് കളർ ബ്ലൂ, പൗഡർ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതുപോലെ. അല്ല ഒരു വീവിങ് ഒക്കെ ശരിക്കും ടസറിൽ വരുന്നത് ഇതേപോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ വീവിങ് പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത്. 1480 റേഞ്ച്. ദുപ്പട്ട നോക്ക് നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitcity.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.